ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടന് റവന്യൂ വകുപ്പ് നോട്ടീസ്. കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ അധിക ഭൂമി കയ്യേറിയതിനാണ് കുഴൽനാടനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജെയിൻ രാജു ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജെയിൻ. അങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ബോധിപ്പിക്കാൻ യാതൊരു വിധത്തിലും കൈയേറിയിട്ടില്ല എന്നാണ് ആദ്യം മുതൽ തന്നെ കുഴൽനാടൻ ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ നോട്ടീസിലൂടെ ധരിപ്പിക്കുക? മോത്തി, അതായത് ഭൂപരിഷ്കരണ നിയമപ്രകാരം അല്ലെങ്കിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം ഉള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് മാത്യു കുഴൽനാടൻ്റെ കൈവശമുള്ള അധിക ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിശ്ചിത സമയം 14 ദിവസം ഉൾപ്പെടെ ഈ കക്ഷിക്ക് നൽകും. കക്ഷിക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ ഭൂമി കയ്യേറി അധികമായി കൈവശം വെച്ചിരിക്കുന്ന കാര്യത്തിൽ നിയമപരമായി എന്ത് കാര്യങ്ങളും രേഖകളുമാണ് ബോധിപ്പിക്കാനുള്ളത് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉടുമ്പൻചോല LR തഹസിൽദാർ വില്ലേജ് ഓഫീസർ കൈവശമാണ് ഈ നോട്ടീസ് ഈ റിസോർട്ടിൽ നേരിട്ടെത്തി കൈമാറിയിരിക്കുന്നത്. നോട്ടീസ് കിട്ടിയെന്ന് മാത്യു കുഴൽനാടൻ MLAയും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും റവന്യൂ വകുപ്പ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 50 സെന്റ് ഭൂമിയാണ് അധികമായി മാത്യു കുഴൽനാടൻ കൈവശം വെച്ചിരിക്കുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൃത്യമായ ഒരു ഡേറ്റിൽ ഹിയറിങ്ങിന് വിളിക്കും. ആ ഹിയറിംഗ് അനുസരിച്ച് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കെട്ടിടം അല്ലെങ്കിൽ ആ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജിലൻസ് കേസ് പുരോഗമിക്കുന്നുണ്ട്. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. മിച്ചഭൂമി കേസും അതോടൊപ്പം തന്നെ കയ്യേറ്റവും അടക്കമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. വിജിലൻസിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഉടൻ തന്നെ ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുന്നതാണ്. വിജിലൻസ് ഡയറക്ടറാണ് മാത്യു കുഴൽനാടനെതിരെ കേസ് എടുക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ശരി ജെയിൻ.